വല്ലാതെ പുളിച്ചു പോയിട്ടുണ്ട്. ഇത്ര പുളിച്ച മാവ് വെച്ചിട്ട് ഞാൻ എങ്ങനെ ഇപ്പോൾ ദോശ ഉണ്ടാക്കുക? അല്ലെങ്കിൽ ഉണ്ടാക്കിയാൽ തന്നെ ഇത്ര പുളിച്ച ദോശ ആരാ കഴിക്കാൻ പോവാ? പക്ഷെ ഇത്രയധികം മാവ് ഞാനങ്ങനെ വേസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യുക? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസിങ് കുക്കിംഗ്. ഞാൻ മഞ്ജുശ്രീ. ഇനിയിപ്പോൾ ദോശമാവ് കുറച്ച് കൂടുതൽ പുളിയായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മാവ് വേസ്റ്റ് ആവാനൊന്നും പോകുന്നില്ല. ഈ പുളിയുള്ള മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്നാക്കാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ പേരാണ് കുഴിപ്പണിയാരം. ഇത് കുറച്ച് സ്പൈസിയായ രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇത് ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്നാക്കാണ്. സ്കൂൾ വിട്ട് കുട്ടികൾ വരുമ്പോൾ ഒക്കെ അവർക്കിത് കൊടുത്താൽ അവർക്കിത് വളരെയധികം ടേസ്റ്റോടെ അവരിത് കഴിക്കും. അവർക്കിത് വളരെയധികം ഇഷ്ടപ്പെടും. അതുമാത്രമല്ല ഇത് ഹെൽത്തിയുമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവിടെ 2 കപ്പ് ദോശമാവാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ദോശമാവ് നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കാരണം കുറച്ച് പുളി ഉള്ളതായിരിക്കും ഈ സ്നാക്കിന് വളരെ ടേസ്റ്റ് കൂടുതൽ നൽകുന്നത്. ഒരു മീഡിയം സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത്, കുറച്ച് ഫ്രഷ് കറിവേപ്പില, പിന്നെ വേണ്ടത് കുക്കിംഗ് ഓയിലാണ്. 1 ടീസ്പൂൺ നല്ല ജീരകം വേണം, 1/4 ടീസ്പൂൺ മുളക് പൊടി വേണം, പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ജീരകം ചേർത്ത് കൊടുക്കണം. ജീരകം ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരട്ടെ. അത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക, പൊടിയായിട്ട് അരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുക്കുക, സവോള ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്യാസ് ഇപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണുള്ളത്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില ചെറുതായിട്ട് മുറിച്ച് നമുക്ക് ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടുന്ന ഉപ്പ് മാത്രമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ദോശമാവിനുള്ള ഉപ്പ് ഞാൻ ആദ്യമേ തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു സ്മെൽ കിട്ടുന്നുണ്ട് എനിക്ക്. ആ സമയത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത് മതി. ഇത് കൂടുതൽ വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളിയൊക്കെ കറുത്ത് പോകും. നമുക്ക് ജസ്റ്റ് ആ പച്ചച്ചവി ഒന്ന് മാറി വന്നാൽ മതി. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല നമുക്ക് ദോശമാവിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ദോശമാവിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഗ്യാസ് ഓൺ ചെയ്ത ശേഷം കുഴിയപ്പം ഉണ്ടാക്കുന്നതിനുള്ള ചട്ടിയാണ് ഞാനിപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും ഒരു ഹാഫ് വരെ മാത്രമാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നിറയെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ എണ്ണ മുഴുവൻ പുറത്തേക്ക് പോകും. അപ്പോൾ അത്ര എണ്ണയുടെ ആവശ്യമില്ല. ഹാഫ് എണ്ണ വരുന്ന രീതിയിൽ എല്ലാത്തിലും നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. മീഡിയം ടു ലോ ആയിരിക്കണം ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കയ്യിൽ ചെറുതായിട്ട് ചൂടടിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബാറ്റർ ഓരോ സ്പൂണായിട്ട് എടുത്ത് നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുഴിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഗ്യാസിൻ്റെ ഫ്ലെയിം ഇപ്പം മീഡിയം ടു ലോ ഞാൻ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതൊരു മാറ്റവും വരുത്തണ്ട. ഇതുണ്ടായി കഴിയുന്നവരെ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ അതുപോലെ തന്നെ ഇരിക്കട്ടെ. ഇതിനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം.
ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കും ഒരു വുഡൻ സ്പൂണുമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുക. വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, കുഴിക്കകത്തേക്ക് എണ്ണ നിറയെ ഒഴിച്ച് കൊടുക്കരുത്. എപ്പോഴും ഒരു ഹാഫ് എണ്ണ മാത്രം അല്ലെങ്കിൽ അതിലും കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. നിറയെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണ പൊങ്ങിക്കിടക്കും. അപ്പോൾ നമ്മുടെ മേലേക്കൊക്കെ എണ്ണ തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും മറ്റേ സൈഡ് കൂടെ ആയിട്ട് വരാൻ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായി തയ്യാറായി വന്നിട്ട് ലൈറ്റ് ഗോൾഡൻ കളറാണ് ഈ സമയത്ത്. അപ്പോൾ ഒരു ടൂത്ത് കൊണ്ട് ഞാനിത് ഓരോന്നായിട്ട് കുത്തിയെടുക്കുകയാണ്. ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. തേങ്ങാ ചട്നിയുടെ കൂട്ടത്തിലും അല്ലെങ്കിൽ സോസിന്റെ കൂട്ടത്തിലും ഒക്കെ കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.